മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ഡേ 2. ഞങ്ങളിപ്പം ബസ്സിൽ കയറി മണാലിയിലെത്തി. നല്ല കുഴപ്പമില്ല, മൂന്നാറൊക്കെ പോലുള്ള നമുക്ക്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു റൂമിലേക്ക് പോവാണ് ഫ്രഷ് ചെയ്യാൻ. ഇന്നലെ തന്നെ ഉണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഇവിടെ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ ടൈം 5:45. ഞാൻ നേരത്തെ നല്ല തണുപ്പില്ലാന്നല്ല, നല്ല തണുപ്പുണ്ട്. അത് ഞങ്ങളവിടെ ഫ്ലീ ജാക്കറ്റ് ഒക്കെയാണെങ്കിൽ ഫ്ലീജ് ഇറക്കുന്നത് തണുത്ത് വലിച്ചാവും. കാരണം അത്ര തണുപ്പ്. കുറച്ചേരം ഇറങ്ങി നിന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് പ്രശ്നമില്ല. ഫ്രഷ് ആവണം. 10 o'clock ആകുമ്പോൾ മണാലി സൈറ്റ് സീയിങ്ങിന് ഞങ്ങൾ പോകും. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മലവെട്ടാണ്. നല്ല സുന്ദരം, വലിയ തണുപ്പൊന്നുമില്ല, മഴയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. സൈറ്റ് സീയിങ് കണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടെ തന്നെ തിരിച്ചു പറ്റി ഇവിടെ തന്നെയാണ് സ്റ്റേ. ബാക്കി നാളെ അപ്പം പോയി ഫ്രഷ് ആവാം. ഇത് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട് ഫസ്റ്റ് കഴിക്കാൻ പോകാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഷോപ്പിങ്ങിന് വന്നേക്കുക. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ മഫ്ലർ അങ്ങനത്തെ സാധനമൊന്നും മേടിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഷോപ്പിങ്ങിന് പോവാം. കട മാത്രം നോക്കിയാൽ നോക്കുക. നമ്മൾ റോഡിൽ കൂടി നോക്കണം, കാരണം ഭയങ്കര ചെറിയ റോഡാണ്. വണ്ടി തന്നെ കണ്ടില്ലെങ്കിൽ വണ്ടിയിൽ തണുപ്പൊന്നുമില്ല. മൂന്നാറൊക്കെ പോലെ ബ്ലാക്ക് മെറ്റലിൻ്റെ നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉണ്ട്.
ചെരുപ്പ് കഴിയുമ്പോൾ കാലൊക്കെ നല്ല ഈ തറയൊക്കെ ഭയങ്കര തണുപ്പാണ്. ക്യാമറ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ കയറി. അവിടെ ക്യാമറ അലൗഡ് അല്ല, കാരണം അവിടെ ഒരു ഹോട്ട് സ്പ്രിങ് ആണ്. അവിടെ നമുക്ക് പോയിട്ട് കുളിക്കാം അല്ലേ? കുളിക്കാം. ഈ കുളിക്കുന്നത് എല്ലാവരും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നേക്കഡായിട്ടാണ് കുളിക്കുക. നേക്കഡ് ആയത് കാരണം നമ്മൾ നേക്കഡായി കുളിക്കണം. ഓബിയസ്ലി ക്യാമറ അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പം ഇപ്പം കുറേ പേര് ആ ചെണ്ട കൊട്ടുന്ന കണ്ടത് അതെന്തോ ഒരു ട്രഡീഷനാണ് അല്ലേ? എന്നിട്ട് കുറേ പേര് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങളിനി ഇവിടുത്തെ മോസ്റ്റ് നാച്ചുറൽ വാട്ടർ ഇവിടെ കൂടിയാണ്, അത് കുടിക്കാൻ പോവാ. നെഹ്റുജി, ജവഹർലാൽ നെഹ്റുജി ഇവിടെ വന്നപ്പോൾ ഈ വെള്ളം കുടിക്കുമായിരുന്നു. ഞങ്ങളും ആ വെള്ളം കുടിക്കാൻ പോവാ. കുടിച്ചതാ. പാറയുടെ ഇടയിൽ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. നെഹ്റുജി ഇവിടെ വന്ന് കുടിക്കും. ഭയങ്കര ഫ്രീസറിൽ വെച്ച പോലെയുള്ള തണുപ്പാണ്. കുപ്പിയൊക്കെ ഫ്രീസായി. फोटोग्राफी करनी है यहाँ पे। हम केरला. ആപ്പിൾ തോട്ടത്തിലേക്ക് പോകണം. ഇവിടെ ആപ്പിൾ സീസൺ തുടങ്ങി. പക്ഷേ പച്ചക്കളറാണ്, നൈസ് റെഡായിട്ട് വരുന്നു. പക്ഷേ ഇവിടുന്ന് ആപ്പിളൊന്നും നമുക്ക് പറിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് കണ്ട് ആസ്വദിക്കാം. ഞങ്ങൾ ക്ലബ് ഹൗസ് ഓൾഡ് മണാലി പോവുകയാണ്. ഇതാണ് നവീൻ ബയ്യാണ് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പൊ ഇനി ഓൾഡ് ഹൗസ് പോവാം.
അപ്പോൾ അടിപൊളിയായിരുന്നു. ആ കയറൊക്കെ കെട്ടിക്കൊണ്ട് ബാക്ക് ഇത്തിരി വേദനയായിരുന്നു. ബാക്കി അടിപൊളിയായിരുന്നു. നല്ല വെള്ളത്തിന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത വെള്ളം പോലെ. ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അപ്പം നല്ല നാച്ചുറൽ ലോക്കൽ മട്ടൺ റൈസ് കിട്ടും. അപ്പം അത് കഴിക്കാൻ വന്നതാണ്. ലോക്കൽ ഹോട്ടല മട്ടൺ കറി. കുറേ എണ്ണ സവാള സവാള ഞങ്ങളൊരു അമ്പലം വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഹിഡുംബ അമ്പലം. എവിടെ പോയാലും കുറേ ഷോപ്പിംഗ് സ്ഥലങ്ങളാണ്. ചെറിയ മുഴുവൻ പോലെ ഇരിക്കുന്ന വലിയ ഇഷ്ടമായി. ചേച്ചിനെ കൊണ്ട് നമുക്ക് ബോർഡ് സ്റ്റെപ്പ് കയറി വേണം അമ്പലത്തിലെത്താൻ. ഇത് നമുക്ക് വേറെ മലയാളികളും പറയുന്നുണ്ട്, എല്ലാ ഹിന്ദിക്കാരാണ്. ഡിസംബറാണ് ഇവിടുത്തെ സീസൺ. ലൈക്ക് സ്നോ ഒക്കെ കാണണമെങ്കിൽ ആ ടൈമിൽ തന്നെ. ഇപ്പോൾ സ്നോ ഒന്നുമില്ല, കുറച്ച് ഡ്രൈ. പക്ഷെ നമുക്ക് ഗ്രീനറി ഒക്കെ കാണണമെങ്കിൽ ഈ ടൈമിൽ തന്നെ. അയ്യോ 5 സ്റ്റെപ്പ് കയറിയപ്പോഴേ മതി. റെസ്റ്റ് എടുക്കാം. सिलागिया हाँ नहीं 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 ഇതൊക്കെ ഫുള്ള് നല്ല കളർഫുൾ. ഈ തൊപ്പിക്ക ഇതാണ് ഹിഡുംബ ടെമ്പിൾ. ഇച്ചിരി സ്നോ വരുമ്പോഴാണ് ഭംഗി. കാരണം സ്നോ ഒക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ചെരുപ്പിടാം. ചെരുപ്പ് ചോര ചുടുചോര. നമ്മൾ അമ്പലത്തിൽ കയറി പൊരി കിട്ടി. നോർമൽ പൊരി ഇതാണ് ഇവിടുത്തെ പ്രസാദം. ബിലീഫ് എന്താണെന്ന് വെച്ചാൽ ഹിഡുംബ ദേവിയാണ് ഈ മണാലിനെ കാത്ത് സംരക്ഷിക്കുന്നത്. അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഹിഡുംബ ദേവിയുടെ
ദേവിയുടെ അനുഗ്രഹത്താലാണ് ഇവിടെ ഈ പ്രദേശത്തുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ തിന്നില്ല. ഇതാ ശ്രുതി ആഭരണങ്ങൾ അണിയാൻ പോകും. मनाली ड्रेस, हिमाचली ड्रेस. ये ड्रेस आप शादी में पहनते हैं? मुझे भी पहना है. हाँ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നല്ല കോമഡി ആയിട്ടുണ്ടോ ഞങ്ങൾ തിരിച്ചു പോവാണ്. ക്ഷീണിച്ചു. ഒരു കുറച്ച് വെള്ളം കുടിച്ചിട്ട് തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അമ്പലത്തിൻ്റെ പേര് അതൊന്നുമില്ല, ഹഡിംബ. എനിക്ക് എഴുതാനല്ലേ അറിയാം, വായിക്കാറില്ലല്ലോ. വൻ വിഹാർ മണാലി. പൈൻ ഫോറസ്റ്റ് ആണ് കാണിച്ചത്. നമുക്ക് ഇതിൽ കയറി കാണാം. ഇതിൽ കയറണമെങ്കിൽ ഇവിടെ എൻട്രി ഫീ ആണ്, ഒരാൾക്ക് 50 രൂപ. അപ്പം എന്നോട് കയറണം വേണ്ടതെന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. നമുക്ക് ശരിയല്ല, കേട് കിട്ടിട്ടില്ല, പോകണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ കുറേ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊരു മൊണാസ്ട്രി ഉണ്ട് അടുത്ത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ധ്യാനിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ഗുലാബ് ജാമുൻ നല്ല ചൂടോടെ ഞാൻ തിന്നിരുന്നു, വയറപ്പിച്ചിട്ടോ. അത് കണ്ടോന്നുമായി പിന്നത്. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഫുൾ ഷോപ്പ് ചെയ്യാം. ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചു പോകാം. അപ്പം ഇതിന് മുന്നേ ഇവിടെ ഒരു മൊണാസ്ട്രിയിൽ പോയി നോക്കാം. എവിടെയാണ് മൊണാസ്ട്രി? ഒരു കൊച്ചു ആ പെട്ടി പിടിച്ചാൽ ആ പെട്ടിയിലൊരു കുഞ്ഞ് ദൈവമുണ്ട്. അപ്പോൾ ആ ദൈവത്തിനെ കാണിച്ചിട്ട് നമ്മളോട് പൈസ ഞങ്ങളിങ്ങനെ മൊണാസ്ട്രി അന്വേഷിച്ച് മണാലി തെരുവുകളിലൂടെ സഞ്ചരിക്കുക. മൊണാസ്ട്രി എത്തി. മണാലിയിലെ മൊണാസ്ട്രി. ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കറക്കി നോക്കും. ചെരുപ്പൂരാന്ന് കറക്കും. ചെരുപ്പൂരാണ്ട് കറക്കിയാൽ ചിലപ്പോൾ അടിയും. ഓരോ വീടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ഒരു വിടും. പോസിറ്റിവിറ്റി ഉണ്ടാവുന്നതാണ്. കുറച്ച് പോസിറ്റിവിറ്റി അവിടെ തോന്നുന്നുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് നേരം ഷോപ്പ് ചെയ്യാം. നടക്കണം. ഇന്നത്തെ പരിപാടിയൊക്കെ ഇത് അവസാനിക്കും. ഡ്രീം ക്യാച്ചർ വാങ്ങാൻ നോക്കാം.
തിരുവോരങ്ങളോട് വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണാലിയാന്ന് പറഞ്ഞിട്ടില്ല, നല്ല വെയിൽ അടച്ചുകൊണ്ടെടുത്തിട്ട് പൊള്ളാച്ചി പോയ പോലെ ഉണ്ട്. ഇപ്പോൾ ഫുഡ് മസാജ് കിട്ടിയാൽ കൊള്ളായിരുന്നു, കാലൊക്കെ വേനത്. ഒരു ചായ കുടിക്കാം പോവാം. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായി. എല്ലാവരും പുറത്തിറങ്ങിയേക്കുക ഷോപ്പിങ്ങിന്. നൈസായിട്ട് തണുപ്പൊക്കെ വരാൻ പറയും. എല്ലാവരും ഇങ്ങനെ സൈഡിൽ കൂടി ചായ കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, സൊറ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ടയേർഡായി. തിരിച്ച് ഞങ്ങൾ കാറിന് അങ്ങോട്ട് പോകാം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. എല്ലാവരും ചത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്, കുറച്ച് നേരം ഷായി ഡ്രസ്സൊക്കെ മാറാം. ഫ്രൂട്ടിയാണോ? ഫ്രൂട്ടി വേണോ? എന്ത് കൊടുത്താലും നാം പറയും. ഈ കൊച്ച എന്താ പറയണ? മതിയൊന്നുമില്ല. പഞ്ചാര കിട്ടോ?